വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു അടിപൊളി പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ലാലേട്ടൻ വിഷുവിന് വേണ്ടി അങ്ങനെ കേരളീയ ശൈലിയിൽ അടിച്ചു പൊളിച്ചു വരുന്നൊരു കാഴ്ചയാണ്. ആ സമയത്ത് സിബിൻ വിഷുഫലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ലാലേട്ട എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ വിഷുഫലത്തിൽ തുടങ്ങാം. ഉടനെ തന്നെ അപ്സരയുടെ ഫലമാണ് ആദ്യം സിബിൻ പറഞ്ഞു വരുന്നത്. വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്സരയുടെ നാള് ഉത്രട്ടാതിയാണ്, വള്ളംകളിയുടെ നാളാണ്, വെള്ളം കുറെ കുടിക്കേണ്ടി വരും. അടുത്തത് കൃത്യമായിട്ടൊരു ജ്യോതിഷിയുടെ ആ ഇരുത്തം എന്ന പ്രകൃതത്തിൽ ശ്രീധുവിന്റെ നാളാണ് പറയുന്നത്. അനിഴം, ശ്രീധുവിന്റെ നാൾ അനിഴമാണ്, ഇഴച്ചിലാണ് കാണുന്നത്. കൂടുതൽ അങ്ങ് എഴുതേണ്ട കേട്ടോ. പിന്നീട് പറയുന്നത് നോറയെ കുറിച്ചാണ്. നോറയുടെ ഫലമൊക്കെ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കരയുന്നു, പുഴ ചിരിക്കുന്നു. അൻസിബയെ കുറിച്ച് പറയുവാനുള്ളത് വരുൺ എവിടെയുണ്ട് എന്ന് പറയരുത് എന്ന് അർച്ചൻ പറഞ്ഞു. പക്ഷേ കൃത്യമായി അത് ഋഷിയോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോരുത്തരുടെയും നാള് പറഞ്ഞുകൊണ്ട് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയാണ് ഈ ജ്യോതിഷി. എത്ര മനോഹരമായിട്ടാണ് സിബിൻ അതിനകത്ത് സ്കോർ ചെയ്ത് കയറി വരുന്നത്. ഒന്നാമത് അയാൾക്ക് വളരെ ഗംഭീരമായിട്ട് സംസാരിക്കാൻ അറിയാമെന്നുള്ളതാണ്. നമ്മൾക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് വേഗത്തിൽ എത്തുവാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. മനോഹരമായി സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തികൾക്ക് ഏത് ഹൃദയങ്ങളെയും കീഴടക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സീസണിലെ കപ്പ് സിബിൻ നേടിയാൽ അതിനകത്ത് ഒട്ടും അത്ഭുതപ്പെടുവാൻ കഴിയില്ല. കാരണം ആ വീട്ടിലുള്ള സകല ആൾക്കാരെയും നാക്കുകൊണ്ട് അമ്മാനമാടിക്കുവാൻ സിബിന് കഴിയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷക ഹൃദയങ്ങളെ സ്വാധീനിക്കുവാനും സിബിന് കഴിയും. ഇപ്പോൾ തന്നെ വന്നു കയറി 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സിബിനാണ് മുകളിൽ കയറി നിൽക്കുന്നത്. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസം വീട്ടുകാർ കണ്ടെത്തി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നല്ല ഒന്നാന്തര മാനിപ്പുലേറ്ററാണ്. അതും വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാനിപ്പുലേഷൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തെടുക്കുവാൻ സിബിന് കഴിയുന്നുണ്ട്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത കളിയാണ് സിബിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരുടെയും ശത്രുത പിടിച്ചു പറ്റുന്നില്ല. എന്നാൽ ഗെയിമർ എന്ന നിലയിൽ പല വ്യക്തികൾക്കും സിബിനോട് അസൂയയുമുണ്ട്, ശത്രുതയുമുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരാക്രമണത്തിന് തയ്യാറാകുവാൻ ആർക്കും ഒരു പഴുതും താൻ ഇട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഒരു അവസരം വന്നാൽ തന്നെ അതിനകത്തൊന്ന് ഗംഭീരമായിട്ട് ഊരിപ്പോകുവാനും സിബിൻ്റെ നാക്കുകൊണ്ട് തന്നെ കഴിയും. അല്ലെങ്കിൽ ഇതിനോടിടയിൽ ജാസ്മിനുമായിട്ടുണ്ടായ പല പ്രശ്നങ്ങളും എത്ര വലിയ വിഷയങ്ങളായിട്ട് മാറേണ്ടതാ. അതിനെയൊക്കെ തുടക്കത്തിൽ തന്നെ 4 മടക്കി പോക്കറ്റിൽ വെച്ചു കൊടുക്കുവാൻ സിബിന് കഴിയുന്നു എന്നുള്ളത് ഒരു നിസ്സാരമായ കാര്യമേ അല്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ജ്യോതിഷിയായിട്ട് ഓരോരുത്തരുടെയും ഫലം പറയുന്ന സിബിന്റെ സമ്പൂർണ്ണമായ പെർഫോമൻസിന് വേണ്ടി നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.